നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ചു പരിശോധിക്കുന്നതിൽ ഉടൻ തീരുമാനമുണ്ടാകും. സബ് കളക്ടർ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, അന്ന് ഈ മരണമുണ്ടായപ്പോൾ തന്നെ അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നാട്ടുകാർ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഗോപൻ സ്വാമി സമാധിയായ കാര്യം, മരിച്ച കാര്യങ്ങൾ. വലിയ തരത്തിലുള്ള ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഈ കല്ലറ പൊളിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? തീർച്ചയായും ഏതായാലും ഈ സമാധി പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷെ അതിന് മുന്നോടിയായി തഹസിൽദാരോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ സബ് കളക്ടർ ഇപ്പോൾ ഏതായാലും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ പൊളിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും, ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഗോപൻ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ കൂടി നടന്നുപോയി കല്ലറയിൽ സമാധിയായി എന്നുള്ളതാണ് മകൻ രാജസേനൻ പറയുന്നത്. പക്ഷേ ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു എന്നും അദ്ദേഹത്തെ കണ്ടിരുന്നുവെന്നും അടുത്ത ബന്ധുക്കളുടെ മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ലഭിച്ചിട്ടുള്ള ഈ മൊഴികളിലെ പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ സമഗ്രമായ അന്വേഷണം പോലീസ് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ഈ കല്ലറ പൊളിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കം നടത്തി അതിനുള്ള ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ഇതിന്റെ കൂടുതൽ തെളിവുകൾ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അത് അനിവാര്യമാണ് എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ചിട്ടുള്ള നിർണായക തീരുമാനം, ഈ പൊളിക്കുന്നതിനുള്ള തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ സമാധി ഇരുത്തി എന്ന് പറയുന്ന സ്ഥലം ഇന്ന് പൊളിക്കും. അതിന്റെ നടപടികളിലേക്ക് പോവുകയാണ്.